റെഡി 1 2 3. ഇന്നത്തെ നമ്മുടെ ഫുഡ് ഉച്ചക്കത്തത് ചാളക്കറി, കപ്പക്കറി, ചോറ്, ക്യാരറ്റും ഉള്ളിയുള്ള ഉപ്പേരി, കഞ്ഞിവെള്ളം. അപ്പോൾ ഇന്ന് ഉച്ചക്കേക്ക് മത്തിയാണ് കിട്ടിയത്. ചാള ഞാനിപ്പോൾ പോയി വാങ്ങി വന്ന രാവിലെ തന്നെ. കുറച്ച് വെള്ളം ഒഴിച്ചിടാം. ഒഴിച്ചിട്ട് ഇവിടെ വെക്കാം. ചാള വാങ്ങാൻ പോയാലും ചെറിയൊരു പൂളയും വാങ്ങി. കപ്പ ഈ പറഞ്ഞു എന്താ ഉണ്ടാക്കുന്ന പയറുണ്ട്? കറി പയറ് കറിയാണ് വേറെ ഉണ്ടാക്കുന്നത്. വാങ്ങിയ കപ്പ നമുക്ക് വെട്ടിട്ടോ. കപ്പയും പയറും കൂടിയാണ് കറി വെക്കുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അടുത്തതായിട്ട് കുറച്ച് റെഡി ആവാൻ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാക്കണ കപ്പ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതാക്കണം. അടുപ്പിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി, ഇഞ്ചി, ചെറിയുള്ളി, മുളക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തേങ്ങ ചിരവാൻ നമുക്കിവിടെ ചിരവല്ലാതെ കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് ഇതിലേക്ക് മുളക്, കറിവേപ്പില, പിന്നെ വലിയ ജീരം ഇതിട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇനി മീൻകറി വെക്കാനുള്ള ചട്ടി വെക്കട്ടെ നമുക്ക്. ഇത് ക്യാരറ്റിലിടാനുള്ള ഉള്ളിയാണേ. നിങ്ങൾ അവിടെയൊക്കെ ക്യാരറ്റിൽ ഉള്ളി ഇട്ടാണോ വെക്കല്? ഇനി ഇതാക്കണ തക്കാളി ഇട്ട് കൊടുക്കാം. ചോറ് വാർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് വെക്കാം. സ്പെഷ്യലിസ്റ്റാണ്. തേങ്ങ കണ്ടില്ലേ നല്ലപോലെ. ഉള്ളി, ക്യാരറ്റ്, പച്ചമുളക് ഇടാം. ഇതിൽ നമ്മൾ ഉപ്പിട്ടിട്ട് മൂടി വെക്കാം കേട്ടോ. മീൻകറിയിൽ നമുക്ക് കുടമ്പുളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവ, കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി ആഡ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക. മീൻ ഇട്ട് കൊടുക്കാം. 6 മീനാണുള്ളത്. ഇനി കുറച്ച് നേരം മൂടി വെക്കാം കേട്ടോ. നല്ലപോലെ ഇളക്കി അരിച്ച് വെച്ച് തേങ്ങ ഇടാം. ഇനി അത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ചോറ് ചാളക്കറി വെച്ചു. ഇനി കുറച്ച് കപ്പ കറി വയ്ക്കാം. ക്യാരറ്റ് പേര് അത് 3 കൂടെ കുഴച്ചെടുത്തിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ട്? സൂപ്പർ, അടിപൊളിയാ.